ഹലോ ഗൈസ്, അങ്ങനെ ഞാനുണ്ടാക്കി മീനച്ചാർ. അപ്പം നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ടൂണ മീനാണ്, അതായത് നമ്മുടെ ചൂര മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്ന ചൂര മീൻ. ഇതുപോലെ ക്യൂബ് സൈസിലാണ് കേട്ടോ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായി കുറച്ച് വെളുത്തുള്ളി ചെറിയ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത്, കുറച്ച് ഇഞ്ചി അതും ചെറിയതായിട്ട് ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുക്കുക, ഒരു 4 പച്ചമുളക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക, കുറച്ച് കറിവേപ്പില. ഇതിനാവശ്യമുള്ള ചേരുവകളൊക്കെ ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഈ ബൗളിൽ എടുത്തിരിക്കുന്നത്. പിന്നെ നോർമൽ കുറച്ച് ചില്ലി പൗഡർ, ഉലുവ, കടുക്, ഉപ്പ്, ഇത് നമ്മുടെ വിനീഗർ. ഇനിക്ക് നമുക്ക് ഫിഷിനെ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടിട്ട് അതിലേക്ക് കുറച്ച് നല്ല രീതിയിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള നോർമൽ ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. കാശ്മീരി അല്ല, നോർമൽ ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂണും അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാ മീനിൻ്റെ എല്ലാ സൈഡുകളിലേക്കൊക്കെ എത്തേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തതാണ് നമുക്ക് എല്ലാ സ്ഥലത്തുകളൊക്കെ പറ്റും. സ്പൂണിലൊക്കെ മിക്സ് ചെയ്യാം, പക്ഷേ അത് നമുക്ക് ക്ലിയറായിട്ട് ആഡ് ആവില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ കയ്യിൽ തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് എല്ലാ മീനിൻ്റെ എല്ലാ കഷ്ണങ്ങളിലേക്കും നന്നായിട്ട് എത്തിപ്പെടാവുന്ന രീതിയിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പൊത്തി വയ്ക്കാം. പൊത്തി വെച്ച് നമുക്കൊരു 1/2 hour വെക്കാവുന്നതാണ്. ഇതുപോലെ പൊത്തി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ മീനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ml വെളിച്ചെണ്ണയാണ്. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കവിടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിനെ എടുത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പും മഞ്ഞളും മുളകും വെട്ടി വെച്ചിരിക്കുന്ന ഫിഷ് നമ്മൾ അരമണിക്കൂർ വെച്ചതിന് ശേഷം ഇതുപോലെ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടാകുന്നുണ്ട്, കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല രീതിയിൽ തിളച്ചിരിക്കുന്നതാണ് ഇതുപോലെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഷിനെ വറുത്ത് കോരി നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ വറുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ബാക്കിയുള്ള വെളിച്ചെണ്ണ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മുടെ മീനച്ചാറും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ പിടിയാണ്, അതായത് ഒരു ടേബിൾ സ്പൂണിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലാണ്, എനിക്ക് അളവ് കറക്റ്റായിട്ട് വന്ന കയ്യിലാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. കടുകും ഉലുവയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളി ചെറുതായ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെയാണ് നമ്മൾ ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ഇഞ്ചിയും അതിലേക്ക് വീണ്ടും പച്ചമുളക് അതും ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്, അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് വെള്ളമൊക്കെ പറ്റി എടുക്കണം. വെള്ളം പറ്റിച്ചെടുക്കേണ്ട ആവശ്യമുള്ളതിനാൽ നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എത്ര പറ്റുമോ അത്ര രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ നമ്മളൊരു ബ്രൗണിഷ് കളർ വരെയാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ഒരു പരിധി. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ എണ്ണയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഇങ്ങനെ തിളച്ച് കാണാൻ പറ്റും, പച്ചപ്പ് മാറായിട്ട്. ഒന്ന് വേഗം ഒന്ന് ബ്രൗണിഷ് കളറാവാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ വേവൊക്കെ ഒന്ന് കളറ് മാറി നമുക്കൊന്ന് നല്ല ഉപ്പ് ആഡ് ആയതിനു ശേഷം തന്നെ വേഗം തന്നെ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസൊക്കെ നല്ല ബ്രൗണിഷ് കളറിലേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബ്രൗണിഷ് ആവണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരവും കൂടി ഇതുപോലെ അങ്ങ് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അതാണ് നല്ലത് ഗുഡ്. അപ്പം അതിനുശേഷം നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് കണ്ടിട്ട്, നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നോർമൽ ചില്ലി പൗഡർ, അതായത് സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂണും അതിലേക്ക് നമുക്കൊരു
1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ട് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ഇടുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നല്ല രീതിയിലൊന്ന് ബ്രൗണിഷ് കളർ ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുത്ത് അടിപൊളി നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാല നല്ല തിക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചപ്പൊന്ന് മാറാനായിട്ട് നമ്മുടെ മസാലകളുടെയൊക്കെ ഒന്ന് പച്ചപ്പ് സ്മെല്ലൊക്കെ ഒന്ന് മാറാനായിട്ടാണ് നമ്മളിതുപോലെ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് വിനീഗറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വിനീഗർ നല്ല രീതിയിൽ ആഡ് ചെയ്തതിനു ശേഷം ഒന്ന് തിളയ്ക്കാൻ വിടേണ്ടതാണ്. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല തിളച്ച് വരുന്നുണ്ട് വിനീഗർ. നല്ല അടിപൊളിയായിട്ട് വിനീഗറിൻ്റെ ഇതൊക്കെ ഒന്ന് മാറി നമുക്ക് നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഫിഷിനെ അങ്ങ് ആഡ് ചെയ്ത് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ടൂണ ഫിഷിനെയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. മൊത്തം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. എന്നാലാണ് നമുക്ക് എല്ലാ ഫിഷിൻ്റെയും ഇതിലേക്ക് പിക്കിളിലേക്കൊക്കെ ആഡ് ആവാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നമ്മളിത് പറ്റിച്ചെടുക്കുക. പറ്റിച്ചെടുത്ത് കുറച്ചൊരു അരമണിക്കൂറത്തേക്ക് നമ്മളിതൊന്ന് നമ്മുടെ ഈ ടൂണ ഫിഷ് ഒന്ന് ചൂട് ആറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് ചൂടോടെ തന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതിനുശേഷം അരമണിക്കൂർ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പ്ലെയിൻ ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലോ ഇല്ല നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ നമുക്ക് ഈ ഒരു പിക്കിളിനെ സൂക്ഷിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലൂടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് കണ്ടെയ്നറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പിക്കിളിന് നല്ല ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു എവരി വൺ. ബൈ. ലവ് യു.